വീക്കെൻഡിൽ എന്താണ് ഗൈസ് പരിപാടി? നമുക്കൊരു ട്രിപ്പ് പോയാലോ? അതാട്ടോ ഈ ചിരിയുടെ കാരണം. വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയുള്ള ദിവസമായതുകൊണ്ടും ബസ് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ടും ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന സമയത്ത് അറിയാതെ അതിൽ വന്ന് പെട്ടുപോകുന്ന ചില ആളുകളുടെ നിസ്സായ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. സോ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് മെട്രോ സ്റ്റേഷനിലെത്തി കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് ഇത്. അതൊക്കെ പോട്ടെ, ഇത്രയും രാവിലെ ഈ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഈ ട്രിപ്പ് പോകുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞങ്ങൾ ഇന്ന് എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോവാണ്. സോ അവൻ ബെൽജിയത്തിലാണ് താമസിക്കുന്നത്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിലാണ് ഞങ്ങളിന്ന് പോകുന്നത്. ബെൽജിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് അവിടുത്തെ ചോക്ലേറ്റ്സ്, വാഫൽസ്, ഫ്രൈസൊക്കെ അല്ലേ? എനിക്കും അത് തന്നെ. സോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ അവനെയും കാണാം, അതും ട്രൈ ചെയ്യാം. സോ എല്ലാവർക്കും എൻ്റെ ബെൽജിയം വ്ലോഗ് പാർട്ട് 1 സ്വാഗതം. ഹായ്, കുറേ ബസ്സുകളുണ്ടല്ലോ, നീല, പച്ച, മഞ്ഞ. അതെ ഗൈസ്, ഞങ്ങൾ ബസ്സിനായിരുന്നു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തത്. നമുക്ക് വേണേൽ ട്രെയിനിലും പോകാവുന്നതേ ഉള്ളൂ. പറഞ്ഞതേ ഉള്ളൂ, ആ ട്രെയിൻ പോകുന്നു. ഞങ്ങൾ കെട്ടിൻ്റെ പണിയെന്ന് ഞങ്ങളുടെ ബസ് 1.5 മണിക്കൂർ ലേറ്റായിരുന്നു ഗൈസ്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങളങ്ങനെ ബെൽജിയത്തിലോട്ടുള്ള യാത്ര തുടങ്ങി. ബസ് ഡിലേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഡ്രൈവറിൻ്റെയും കൂടെ കൂട്ടി ആകെ 6 പേര് മാത്രമേ അങ്ങോട്ട് പോകാനുണ്ടായിരുന്നുള്ളൂ. ശേഷം നമുക്ക് ബെൽജിയത്തിൽ ചെന്നിട്ട് കാണാം. യെസ്, എത്തിപ്പോയി ഗൈസ്. നമ്മളങ്ങനെ ബെൽജിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതെന്താ ഇതുവരെ എത്തിയില്ലേന്നായിരിക്കും അല്ലേ? എത്തിയിട്ടില്ല ഗൈസ്. ഏകദേശം ഒരു 20 മിനിറ്റ്സ് കൂടെ ഉണ്ട് ഞങ്ങൾക്ക് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എത്താനായിട്ട്. സോ ഞങ്ങൾ അടുത്ത മെട്രോയിൽ പിടിക്കാനുള്ള തിരക്കിലാണ്. സോ ഞങ്ങളങ്ങനെ മെട്രോയും ട്രാമും ഒക്കെ കയറി പതുക്കെ വീട്ടിലെത്താറായി. അപ്പാർട്ട്മെൻറ്റിൻ്റെ പടിവാതിൽക്കൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന സത്യം തിരിച്ചറിയുന്നത്. ഇവിടെ ലിഫ്റ്റ് ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ സർവ്വദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി. ഇവിടെ പൊതുവെയുള്ള എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിലും നമുക്ക് സ്റ്റെയർസ് ഇങ്ങനെ സ്റ്റീപ്പായിട്ടും നാരോ ആയിട്ടും കാണാനായിട്ട് സാധിക്കും. സമയക്കുറവ് മൂലം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു ഗൈസ്. പോകുന്നതിന് മുമ്പ് നമുക്ക് ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ഒന്ന് കണ്ടാലോ? ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ. എങ്ങനെയുണ്ട്? അപ്പോൾ അധികം വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് കലാപരിപാടികൾ തുടങ്ങിയാലോ? അങ്ങനെ ഞങ്ങൾ പതുക്കെ കറങ്ങാനായിട്ട് ഇറങ്ങി ഗൈസ്. ഹായ്, ഇതെന്താ ഇങ്ങനെ മിന്നുന്നതെന്നല്ലേ? ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്. മെട്രോ എടുത്തെത്തുമ്പോഴേക്കും ഇവിടെ ലൈറ്റ്. ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ പ്രശസ്തമായൊരു ലാൻഡ്മാർക്കിലോട്ടാണ്, ബ്രസൽസ് അറ്റോമിയം. 1958 ആക്ച്വലി ഇത് നിർമ്മിച്ചത്. ബ്രസൽസ് വേൾഡ് ഫെയർ എക്സ്പോ 58 എന്ന് പറയും. ഇതിൽ 9 ലാർജ് സ്റ്റീൽ സ്പിയേഴ്സ് കണക്റ്റഡ് ആണ്. സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 102 മീറ്റേഴ്സ് ഹൈറ്റാണ് ഇതിനുള്ളത്. ആക്ച്വലി ദിസ് വാസ് മെൻറ്റ് ഫോർ ടെമ്പററി, ബട്ട് ഡ്യൂ ടു ഇറ്റ്സ് പോപ്പുലാരിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ഇത് പെർമനൻ്റ് ആക്കി എന്നാണ് പറയപ്പെടുന്നത്. രാത്രിയിൽ വന്നാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാൻ. അങ്ങനെ നമ്മൾ ബ്രസൽസിൻ്റെ സെൻട്രൽ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്കെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. എന്നാൽ ഇത് പൊതുവേ ഇങ്ങനെയാണെന്നാണ് ജിത്തു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പഴയ കെട്ടിടങ്ങൾ, ടൗൺ ഹാൾ, ഗ്രാൻഡ് പ്ലേസ്, സ്റ്റാച്യൂസ്, മോണുമെൻറ്റ്സ്, പിന്നെ നമ്മൾ കാത്തിരുന്ന ബെൽജിയം ചോക്ലേറ്റ്, വാഫൽസ്, ഫ്രൈസൊക്കെ നമുക്ക് കഴിക്കണ്ടേ? അപ്പോൾ പോന്നോ, നമുക്ക് ഒരുമിച്ച് കണ്ട് കഴിച്ചൊക്കെ വരാന്നേ. നോക്കണ്ട ഉണ്ണി, ഇതത് തന്നെ. ബ്രസൽസിൽ മനിക്കൻ പെസ് എന്നാണ് ഇതിന് പറയുന്നത്. ഒരു ചെറുപ്പക്കാരൻ്റെ വെങ്കല പ്രതിമയാണ് കേട്ടോ ഇത്. ഒരു പോപ്പുലർ ലെജൻഡ് പറയുന്നത് ഒരു ചെറിയ പയ്യൻ ആക്സിഡൻ്റലി അയാളുടെ യൂറിൻ കൊണ്ട് തീ കെടുത്തി എന്നാണ്. സോ അതിനുശേഷം ഇവിടുത്തെ ഐക്കോണിക് സിമ്പിളാണ് കേട്ടോ ഈ സാധനം. സോ ബ്രസൽസിൽ എവിടെ പോയാലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇതെന്തും അറിമായും
എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇതെന്താ ഇപ്പോൾ അടുത്ത കലാപരിപാടി എന്നല്ലേ? ഇതാണ് എവറോട്ട് സർക്ലസ്. 1356 ഫ്ലെമിംഗിൽ നിന്ന് ബ്രസൽസിനെ വിമോചിക്കാൻ സഹായിച്ച ഒരു ലോക്കൽ ഹീറോ ആണ് ദേ ആ കിടക്കുന്ന ഇദ്ദേഹം. ഇവിടുത്തെ ലോക്കൽസും ടൂറിസ്റ്റും ഒക്കെ വിശ്വസിക്കുന്നത് നമ്മൾ ഈ സ്റ്റാച്ചുവിനെ തൊട്ടാലോ റബ് ചെയ്താലോ അത് നമുക്ക് ഗുഡ് ലക്ക് കൊണ്ടുവരുമെന്നും അതേപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ബ്രസൽസിലേക്ക് നമുക്ക് തിരികെ വരാൻ സാധിക്കും എന്നൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് ബ്രസൽസിൽ വീണ്ടും വരാലോ എന്ന് കരുതി ഞാനും മുത്തുമൊക്കെ ആഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ കരുതി അടുത്ത് നിൽക്കുന്ന അമ്മാവൻ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവരേർപ്പെടുത്തിയിട്ടുള്ള ഒരാളായിരിക്കും എന്നാണ്. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അയാൾ തികച്ചും മുതലെടുക്കുകയായിരുന്നു എന്ന്. എന്തായാലും ഞങ്ങൾ നൈസിന് വലിയാൻ തുടങ്ങിയപ്പോൾ അയാൾ സമ്മതിച്ചില്ല. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മൗണ്ട് ദിസ് ആർട്സ് അല്ലെങ്കിൽ മൗണ്ട് ഓഫ് ദി ആർട്സ്. ഇതൊരു അർബൻ കോംപ്ലക്സ് ആൻഡ് ഹിസ്റ്റോറിക് സൈറ്റാണ്. ഇതിൽ ഗാർഡൻസ്, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂസിയംസ്, റോയൽ ലൈബ്രറീസ്, ബ്രസൽസ് കോൺഗ്രസ് സെൻറ്റർ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് നേരെ ഞങ്ങൾ പോയത് പാലസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതോടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഞങ്ങൾ നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർട്ട് 1 കലാപരിപാടികൾ ഇതോടുകൂടി അവസാനിപ്പിച്ചു. പാർട്ട് 2 കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.